ഹായ്, ഹാപ്പി ഓണം. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, അതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതാ. കിഷ്കിന്ധാകാന്ഡം, ആസിഫ് അലി ലീഡിംഗ് റോളിലുള്ള ഒരു മൂവിയാണ്. അത് ഒരു സസ്പെൻസ് ത്രില്ലറാണ് ആ പടം. അതില് കാസ്റ്റിംഗ് ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അങ്ങനെ ഒരു എൻ്റെ ഒരു താരനിര തന്നെ ഉണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ പടത്തിനകത്ത് നമ്മൾ ഭയങ്കര ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളുള്ളത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അത് മിസ് ചെയ്യരുത് നിങ്ങൾ. കാരണം ആസിഫ് അലിയെ അവതരിപ്പിച്ച അജയൻ, അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ റോളിൽ വന്നിട്ടുള്ള വിജയരാഘവൻ സാർ അവതരിപ്പിച്ച അപ്പുപിള്ള, ഇവര് തമ്മിലുള്ള ഒരു ആത്മസംഘർഷങ്ങളും അതൊക്കെയാണ് ഇതിന്റെ ഒരു കഥ. ദെൻ അപർണ ബാലമുരളി, ജഗദീഷ്, അങ്ങനെ കുറെ പേരുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ ദിൻജിത്ത് അയ്യത്താൻ, അതുപോലെ ബാഹുൽ രമേശാണ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആൻഡ് സിനിമാറ്റോഗ്രഫി. ഒരു കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട്ടില് നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു തോക്ക്, അതായത് ഒരു ഗൺ മിസ്സിംഗ് കേസ്, അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ആസിഫ് അലിയുടെ മകനായിട്ടുള്ള ചാച്ചുവിന്റെ മിസ്സിംഗ്. ഇതാണ് ഇതിന്റെ ഒരു നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനം. പക്ഷെ എനിക്ക് ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നി, ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് വിജയരാഘവൻ സാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാസ്റ്റ് ലിസ്റ്റില് ബുക്ക് മൈ ഷോയിൽ അദ്ദേഹത്തിന്റെ പേരില്ല.